നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ 5 ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. എല്ലാ മാച്ച് ഡേക്ക് മുമ്പും നമ്മൾ ഒരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട്. അതുപോലെ മാച്ച് ഡേ കഴിഞ്ഞതിന് ശേഷം ആ പ്രഡിക്ഷനുകൾക്ക് എന്തു പറ്റി എന്ന് പരിശോധിക്കാറുമുണ്ട്. പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കളിയുടെ ഒരു ആവേശത്തിൽ നമ്മളങ്ങ് നടത്തുന്നതാണ്. നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രഡിക്ഷനുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് തന്നെ കളിക്കളത്തിൽ സംഭവിക്കണമെന്നില്ല. 90 മിനിറ്റ് കളിക്കളത്തിൽ എന്ത് നടക്കുന്നു എന്നതിന് തന്നെയാണ് പ്രാധാന്യം. എന്തായാലും നമ്മൾ ഇപ്പം മാച്ച് ഡേ 5 മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം പ്രഡിക്ഷനിലേക്ക് പോകാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് വെസ്റ്റ് ഹാമും ചെൽസിയും തമ്മിൽ കളി നടക്കുന്നുണ്ട്. രാത്രി 7:30 ഒരു പിടി മത്സരങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്. ആസ്റ്റൺ വില്ല വേഴ്സസ് വോൾസ്, ഫുൾഹാം വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ്, സതാംപ്ടൺ വേഴ്സസ് ഇപ്സ്വിച്ച് ടൗണ്, ടോട്ടൻഹാം വേഴ്സസ് ബ്രെൻഫോർഡ്, ലെസ്റ്റർ സിറ്റി വേഴ്സസ് എവേർട്ടൺ, ലിവർപൂൾ വേഴ്സസ് ബേൺമൗത്ത്. ഈ കളികളൊക്കെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 നടക്കുകയാണ്. ഇന്ന് രാത്രി 10 മണിക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിയുള്ളത്. അത് അവർക്ക് എവേ മത്സരമാണ്. ക്രിസ്റ്റൽ പാലസുമായിട്ട് ഏറ്റുമുട്ടുന്നു. നാളെ വൈകിട്ട് 6:30 ബ്രൈറ്റൺ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരം. നാളെ 9 മണിക്ക് ആരാധകരെ കാത്തിരിക്കുന്ന പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇതോടുകൂടി മാച്ച് ഡേ 5 അവസാനിക്കും. നിലവിൽ 4 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ 4 കളികളും വിജയിച്ച ഒറ്റ ടീമേ ഉള്ളൂ. അത് സിറ്റിയാണ്. 12 പോയിൻ്റോടെ അവർ ഒന്നാമത്. ആഴ്സണലിനും ന്യൂകാസിലിനും 10 വീതം പോയിൻ്റുകളാണ്. അവർ 2-3 സ്ഥാനങ്ങളിൽ യഥാക്രമം നിൽക്കുമ്പോൾ ലിവർപൂൾ, ആസ്റ്റൺ വില്ല ടീമുകൾക്ക് 9 വീതം പോയിൻ്റുകളുണ്ട്. അവർ 4-5 സ്ഥാനങ്ങളിൽ യഥാക്രമം നിൽക്കുന്നു. ബ്രൈറ്റണും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനും 8 വീതം പോയിൻ്റുകളുണ്ട്. അവർ 6-7 സ്ഥാനങ്ങളിൽ യഥാക്രമം നിൽക്കുമ്പോൾ ചെൽസിക്ക് 7 പോയിൻ്റാണ്. അവർ 8ാം സ്ഥാനത്ത് നിൽക്കുന്നു. 6 വീതം പോയിൻ്റുകൾ ബ്രെൻഫോർഡിനും യുണൈറ്റഡിനുമുണ്ട്. ആ 2 ടീമുകൾ 9-10 സ്ഥാനങ്ങളിൽ യഥാക്രമം നിൽക്കുകയാണ്. ഇതാണ് നിലവിലെ പോയിൻ്റ് പട്ടികയുടെ ആദ്യ ഭാഗം. നമ്മളെന്തായാലും ഈ മാച്ച് വീക്കിലെ മത്സരങ്ങളുടെ പ്രഡിക്ഷനിലേക്ക് പോവുകയാണ്. വെസ്റ്റ് ഹാം വേഴ്സസ് ചെൽസി മത്സരമാണ് ഇന്ന് ആദ്യം നടക്കുന്നത്. നമുക്കറിയാം ചെൽസി ഇപ്പോൾ എവേ മത്സരങ്ങളിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ 4 എവേ മത്സരങ്ങളും അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2021 ഡിസംബറിന് ശേഷം തുടർച്ചയായി 5 എവേ മത്സരങ്ങൾ അവർ വിജയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കുക. അതേസമയം വെസ്റ്റ് ഹാം അവരുടെ 2 ഹോം മത്സരങ്ങളും ഈ സീസണിൽ തോറ്റിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്നാൽ ലണ്ടൻ സ്റ്റേഡിയത്തിൽ അത്ര മികച്ച ഒരു റിസൾട്ടല്ല ചെൽസി ഉണ്ടാക്കിയിട്ടുള്ള. അവരവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച. 9 വിസിറ്റുകളിൽ 2 മാത്രമേ അവർ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു നല്ല പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ പ്രഡിക്ഷൻ 1-1 സമനിലയാണ്. ആസ്റ്റൺ വില്ലയും വോൾസും തമ്മിൽ ഏറ്റുമുട്ടുന്ന പോരാട്ടം. കളിയിൽ ആസ്റ്റൺ വില്ല വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. 2-1 ആസ്റ്റൺ വില്ല വിജയിക്കും. ഫുൾഹാമും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടം. ആ കളി ന്യൂകാസിൽ യുണൈറ്റഡ് തന്നെ വെന്നിക്കൊടി നാട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ വിജയമാണ് ന്യൂകാസിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ലെസ്റ്റർ സിറ്റിയും എവേർട്ടനും തമ്മിലുള്ള പോരാട്ടം. നമുക്കറിയാം എവേർട്ടൻ ഇപ്പോൾ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്നു. കഴിഞ്ഞ മത്സരങ്ങൾ അവർ 2 ഗോളിൻ്റെ ലീഡൊക്കെ എടുത്തിട്ടൊക്കെ കൈവിട്ട് കളയുന്ന അത്രയും പരിതാപകരമായ പെർഫോമൻസ് നടത്തുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ലെസ്റ്റർ 3-1 വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ലിവർപൂളും ബേൺമൗത്തും തമ്മിലുള്ള പോരാട്ടം. ലിവർപൂളിന് അവരുടെ കോച്ച് സ്ലോട്ടിൻ്റെ കീഴിൽ മികച്ചൊരു തുടക്കം കിട്ടി. ബട്ട് അവസാനം ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതും കണ്ടു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കെൻഡിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുക, ആ ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും ലിവർപൂൾ ഇറങ്ങുക. 3-1 ലിവർപൂളിൻ്റെ വിജയം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. സതാംപ്ടൺ വേഴ്സസ് ഇപ്സ്വിച്ച് ടൗൺ. സ്വാഭാവികമായിട്ടും ആര് വിജയിക്കും എന്നുള്ളതിൽ ആരാധകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് തന്നെ കരുതണം. കാരണം ആ ടീമുകളുടെ പെർഫോമൻസ് അത്തരത്തിലുള്ളതാണ്. എങ്കിലും ഒടുവിൽ ഇപ്സ്വിച്ച് ടൗൺ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. ടോട്ടൻഹാം വേഴ്സസ് ബ്രെൻഫോർഡ് പോരാട്ടം. ഒരു പക്ഷേ ടോട്ടൻഹാം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ആരാധകർ വലിയ പ്രതീക്ഷ അവരിൽ വെക്കുന്നുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറുണ്ട്. ഈ കളിയിൽ നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുന്നത് 2-2 സമനിലയിൽ പിരിയുമെന്നാണ്. ഒരു പക്ഷേ നിങ്ങൾക്കിതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ടെൻ ഹാഗിൻ്റെ യുണൈറ്റഡ് പതിയെ തിരിച്ചു വരുന്നു എന്നൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുന്നു. ഒരു കളി വിജയിക്കും, അടുത്ത കളി പരാജയപ്പെടും. നല്ല പ്രതീക്ഷയിൽ പോകുമ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ച്, പ്രതീക്ഷയില്ലാതെ പോകുമ്പോൾ വിജയിച്ചു വരുന്നു. ഇങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അവരിൽ നിന്ന് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കളി അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് തോൽക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. 2-1 ക്രിസ്റ്റൽ പാലസ് വിജയിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു.
ബ്രൈറ്റൺ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോരാട്ടം. ബ്രൈറ്റൺ അവരുടെ കുതിപ്പ് തുടരുമെന്ന് തന്നെ വേണം കരുതാൻ. 2-0 ബ്രൈറ്റൻ്റെ വിജയം നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണൽ പോരാട്ടം തീർച്ചയായിട്ടും ഈ ആഴ്ചയിലെ ഗ്ലാമർ പോരാട്ടമാണത്. ആ പോരാട്ടം സിറ്റി തന്നെ ജയിക്കുമെന്നാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. എന്തും സംഭവിക്കാം. 2-1 വിജയം. ഒരു പക്ഷേ KDB പരിക്കേറ്റ് പുറത്തിരുന്നേക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ KDB കളിച്ചേക്കുമെന്നുള്ള സൂചന പെപ്പ് നൽകുന്നതും കണ്ടു. അത് വലിയ ഒരു ആത്മവിശ്വാസം സിറ്റിക്ക് നൽകുകയും ചെയ്യും. 2-1 മാഞ്ചസ്റ്റർ സിറ്റി വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രൊഡിക്ഷൻ. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.